കൊച്ചു പറഞ്ഞതല്ലേ ഒന്ന് വെറുതെ പോയി നോക്കാമെന്ന് കരുതി പോയി നോക്കിയപ്പോൾ അതാ കിടക്കുന്നു മുറ്റത്തൊരു മലമ്പാമ്പ്. പിന്നെ ഒന്നും നോക്കില്ല, ഓടിപ്പോയി ഒരു വടി അങ്ങോട്ട് എടുത്തോണ്ട് വന്നിട്ട് ഞാൻ അവിടെ അങ്ങ് നിന്നു. കാരണം ഈ പാമ്പിനെ കൊന്നാൽ ഞാൻ അകത്ത് പോവും. അത് മാത്രമല്ല ഞാൻ അത്ര കോൺഫിഡൻറ്റും അല്ല ഈ പാമ്പിനെ പിടിക്കാൻ. പിന്നെ ഒന്നും നോക്കില്ല, നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാവരും വിളിച്ചു കൂട്ടുക എന്നുള്ളതാണ്. അങ്ങനെ ആ പരിപാടി വളരെ വൃത്തിയായി ഞാൻ അങ്ങോട്ട് ചെയ്തു. നാട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടി. പിന്നെ കൂട്ടത്തിലെ ഒരു ധൈര്യശാലി അതിനെ ഒരു ടിന്നിട്ടങ്ങ് മൂടി. അതാണല്ലോ എല്ലാവർക്കും നല്ലത്. ഈ പാമ്പ് പിടുത്തക്കാരനെ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. അതും നമ്മൾ വളരെ വൃത്തിയായി ചെയ്യണമല്ലോ. പാമ്പ് പിടുത്തക്കാരൻ വരുന്ന ഗ്യാപ്പിൽ തന്നെ നമ്മളിങ്ങനെ ഈ പാമ്പിനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഇതൊരു വറ്റൽമുളകിന്റെ ടിന്നാണെന്ന്. അതിന് നീർമോ എന്നറിയില്ല. പിന്നെ നമ്മുടെ കഥയിലെ കഥാനായകൻ എത്തി ആ പാമ്പിനെ അങ്ങനെ അങ്ങ് വാല പിടിച്ച് തൂക്കിയെടുക്കുന്നത് കാണാനായിട്ട് ആകാംക്ഷഭരിതയായി ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ആ പാമ്പ് അവിടെ നിന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് എന്തായാലും ആ ചേട്ടൻ്റെ കയ്യിൽ നിൽക്കില്ല, ഇത് മിക്കവാറും ചാടി പോകുമെന്നാണ് ഞാൻ കരുതിയത്. ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പതിയെ കാണാം. ആ ചേട്ടൻ ആ പാമ്പിൻ്റെ വാലിൽ അങ്ങനെ അങ്ങ് പിടിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ മോനെ ഒരു ഒറ്റ പൊക്കായിരുന്നു. മീൻ പടയ്ക്കുന്ന പോലെ അത് അവിടെ കിടന്ന് പടച്ച് അതിൻ്റെ എന്തൊക്കെയോ വെള്ളമാണോ വിഷമാണോ ഒന്നും അറിയില്ല, അവിടെയൊക്കെ ചാടി. പിന്നെ അതിനെ ഇങ്ങനെ ടിന്നിലേക്ക് ഇടാനുള്ളൊരു ഒരു വെപ്രാളത്തിൽ ആ പാമ്പിനൊന്ന് മനസ്സിലായി തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. എൻ്റെ ദൈവമേ, ആ പാമ്പ് പെട്ടയ്ക്കുന്ന കണ്ടപ്പോഴേ ഞാൻ ഓർത്താ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ റെഡിയായിട്ടാണ് ഞാൻ ക്യാമറ പിടിച്ചവിടെ നിൽക്കുന്നത്. പിന്നെ ധൈര്യശാലികളെ ഒന്നും അവിടെ കണ്ടില്ല കേട്ടോ. കണ്ടോ ആ ടിന്നിലിട്ടിട്ട് അത് കയറി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇത് നമ്മൾ അടിച്ചു കൊല്ലാൻ അങ്ങനെ പോയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കടി കിട്ടിയേനെ. പിന്നെ ഈ പെരുമ്പാമ്പിന് വിഷമില്ലെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പിന്നെ ഈ പാമ്പിന് ഏകദേശം 70 ദിവസത്തെ പ്രായമുള്ളൂ അത്രേ. ഇതിൻ്റെ കുഞ്ഞുങ്ങളും മറ്റു കുഞ്ഞുങ്ങളും അമ്മയും ഇര തേടി ഈ വഴിയൊക്കെ നടക്കാൻ സാധ്യതയുണ്ടും അത്രേ.